ഹൈടെക് കള്ളന്മാരായി നമുക്ക് കക്കാൻ പറ്റിയ സ്ഥലം തന്നെ ബോസ് കണ്ടുപിടിച്ചു. ഇത് ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. ഇത് പൊന്നാവരം കോട്ടയെ ഇല്ലേ? എടാ ഞാൻ ചോദിച്ചിട്ട് നീ എന്താ മറുപടി പറയാത്തെ? ഭയങ്കര സെറ്റപ്പായി പോയില്ലേ? ഡേയ് വാ 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 വാ. നീ എന്തിനാ താരാട്ട് പാട്ട് പാടുന്നത്? താരാട്ട് പാട്ടാരുപാടി? നീ പിന്നെ വാ 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 ഒന്ന് താരാട്ട് പാട്ട് പാടി. ദൈവം, എടാ ഞാൻ 1.5 മണിക്കൂറായിട്ട് ഇവിടെ സംസാരിക്കുകയാണ്. അത് നോക്കിയപ്പോ കേൾക്കാൻ നീല, അതുകൊണ്ട് വാ 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 എന്ന് വിളിച്ചല്ലേ. എന്റെ പൊന്ന് എന്താണ് ഈ കാണുന്നത്? ഭയങ്കര സെറ്റപ്പ് തന്നെ കേട്ടോ. എടാ ഇങ്ങനെയുള്ള ഒരുപാട് കൊട്ടാരെന്നുള്ള ബോസിന് അറിയാല്ലേ? പിന്നെ ഭയങ്കര ബുദ്ധി, സമ്മതിക്കണം. പൗരാണിക വാസ്തുശില്പത്തിന്റെ കൂടാരം. അതൊക്കെ ഭയങ്കര വിലയുള്ള സാധനമായിരിക്കും. സ്വർണം, ആനക്കൊമ്പ്, വജ്രം, വൈര്യം. നീ അതുണ്ടാ ഇതിന്റെ അപ്പുറം നോക്കി. തേനീച്ചക്കൂട്ടിന്റെ അറ പോലെ ഓരോ അറകൾ കണ്ട. നീ ഈ നിലവറയിലെങ്ങനെ കയറിയിട്ടുണ്ടാ? ഞാൻ നിലവറ കയറിയിട്ടില്ല, കല്യാണ വീട്ടിലെ കലവറ കയറിയിട്ടുണ്ട്. ഒരു പഴം മോഷ്ടിക്കാൻ. അത് ഒറ്റക്ക്. നീ കല്യാണ വീട്ടിലെ കലവറയിലല്ലേ കയറിയത്, അല്ലാതെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറയിലൊന്നും അല്ലല്ലോ എന്റെ പൊന്നനിയാ. നീ ഒരു കാര്യം മനസ്സിരുത്തി ഒന്ന് ആലോചിച്ച് നോക്കേ. എടാ ഇതുപോലൊരു കൊട്ടാരം നമുക്ക് സ്വന്തമായിട്ട് വെക്കണമെങ്കിൽ നമ്മൾ 3 കൊല്ലം കക്കണം. അതിന് 3 കൊല്ലം കക്കേണ്ട ആവശ്യമൊന്നുമില്ല. കേരളത്തിൽ ഇലക്ഷൻ നിൽക്കുക, ഒരു പ്രാവശ്യം മന്ത്രിയാകുക. ഇതല്ല, ഇതുപോലത്തെ 16 കൊട്ടാരം നമുക്ക് പണിയാൻ പറ്റും. ഒറ്റ ബജറ്റ് അവതരണം. പക്ഷെ ഈ കൊട്ടാരം കണ്ടുപിടിച്ച ബോസ്, ആ ബോസിനെയാണ് നമ്മൾ സമ്മതിക്കേണ്ടത്. ശരിയാണ്. പക്ഷെ ബോസ് എവിടെ? പറഞ്ഞ പോലെ ബോസ് എന്തിയെ? പാട്ടൊന്ന് നിർത്ത്. എന്തായി കണ്ട് കാണിക്കണത്? ഞാൻ എന്തിനും കാണിച്ചതാണോ? ഇല്ല, ഈ പാട്ട് ഓഫ് ചെയ്യാൻ എനിക്ക് പറ്റണ്ട. ഓഫ് ചെയ്ത് പാട്ട് കിട്ടാൻ ആൾക്കാർ ബഹളം ഉണ്ടാക്കില്ലേ? 500 രൂപയുടെ മൊബൈലൊക്കെ മേടിച്ച് നന്നായിട്ട് വിളിച്ചോണ്ടിരുന്ന ഈ സാധനം കുഞ്ഞ് ചുണ്ണാമ്പ് തേക്കണ സാധനം കൊണ്ട് എന്റെ എനിക്ക് നിർത്താൻ അറിയാൻ പറ്റണ്ടേ? ആശാൻ ഇത് അന്ന് ആവേശം മേടിക്കാൻ പറഞ്ഞറിയോ? ഹൈടെക് കള്ളന്മാരുടെ നേതാവല്ലേ, അപ്പൊ ഇതൊക്കെ വേണം. ഇപ്പൊ ഹൈടെക് കള്ളന്മാരുടെ നേതാക്കന്മാര്. ഞാനൊരു കാര്യം പറഞ്ഞ ചേട്ടാ, എന്നാലും നീയൊക്കെ ചതിക്കണോടാ എന്നോട്. ഇത് തന്നെ ചെയ്യണം. എടാ ഇത്രയും വലിയ കോട്ടയിൽ നീയൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞല്ലേ നിന്നെയൊക്കെ കൊണ്ടുവന്നേ. എന്നിട്ട് നീയൊക്കെ എന്നെ ഇട്ടിട്ട് പോയില്ലോ. നീ അത് ആശാൻ തന്നെ കാരണം. ഞാൻ കാണിച്ചു. നമ്മൾ ഒരുമിച്ച് വന്ന സമയത്ത് ആശാനല്ലേ മുമ്പിൽ കയറിട്ട് പറഞ്ഞത് കേറിപ്പോയിക്കോ കേറിപ്പോയിക്കോ എന്ന് കൈകൊണ്ട് അച്ഛൻ കാണിച്ചത്. ആര് കേറി പൊക്കോളാൻ പറഞ്ഞു? ആശാൻ. എടാ ഞാൻ ഇതിന്റെ ആ ഗുഹയുടെ ഉള്ളിക്കടെ ഇങ്ങനെ കേറി വന്നപ്പോ മൊത്തം 8 കാലി വല വന്ന് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചില്ലേ, ഞാനതിങ്ങനെ പറിച്ചു കളഞ്ഞതല്ലേ. കേറിപ്പോൻ പറഞ്ഞതാണോ? ആണോ? അല്ല. പിന്നെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ മൊത്തം ഇരുട്ട്. ഞാൻ ഇതിലൊക്കെ ചെന്ന് 3-4 ഭിത്തിയിലും മറ്റേ തൂണയിലൊക്കെ ചെന്ന് അങ്ങ് ഇടിച്ച്. അത് ചുമ്മാ കള്ളത്തരം പറഞ്ഞ ഞാൻ വിശ്വസിക്കത്തില്ല. സത്യമായിട്ട് ഇടിച്ചു. ഈ 5-6 തൂണ ചെന്ന് മോന്ത ഇടിച്ചു കഴിഞ്ഞാലേ മോന്ത ചളങ്ങി പോകത്തില്ലേ ആശാനെ? നീ അവിടുത്തുകാരനാ. എന്റെ വയറ് വീർത്തിരിക്കണ. ഞാൻ ഇങ്ങനെ ഇടിച്ചപ്പോ വയറാ ഇടിച്ച മോത്തിനെന്തെങ്കിലും പറ്റൂടാ. അതെ, എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. നമ്മൾ ഒരുപാട് കളവ് നടത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു പഴയ കൊട്ടാരത്തിൽ കക്കാൻ പറ്റും. അതെന്താ കാരണം? ഇവനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? നിനക്ക് പണ്ട് എന്നായിരുന്നു നിനക്ക് പണി? എനിക്ക് പണ്ട് പഴയ ചെമ്പ്, ഓട്, പിച്ചള, അലുമിനിയം പാത്രങ്ങൾ കൊടുക്കാറുണ്ടോ? എടാ ഞാൻ ഇവനെയൊക്കെ വല്ലതൊക്കെ ചെയ്യൂട്ടോ. നീ ഒന്ന് പറഞ്ഞു കൊടുത്ത കാര്യം മനസ്സിലാക്കിയോണ്ട്. ഇതൊക്കെയാണ് ഉറക്കെ പറയുന്നത്. നമുക്ക് കിട്ടുന്നത് പഴയ ചെമ്പ് പിത്തളൊന്നും അല്ല, ആനക്കൊമ്പ് ആവരണം അല്ലേടാ. എടാ ഇവിടെ ഉണ്ടാവേനെ ഇതൊക്കെ അവന്മാര് കേട്ട അമ്മാര് നമ്മളെ വെച്ചേക്കോ. എന്റെ ദൈവമേ, ഇതുപോലത്തെ 2 മണ്ടൻ ഭർത്താക്കന്മാരെ ആണല്ലോ ദൈവം എനിക്കല്ലോ അല്ല ശിഷ്യന്മാരെയാണല്ലോ ദൈവം എനിക്ക് തന്നത്. അതെ, വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മളുടെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മൊത്തം മാറ്റി എന്തിനാണ് നമ്മൾ ഈ വേഷം കെട്ടിച്ചു കൊണ്ടുവന്നേക്കണം? എടാ ഇപ്പം ഹൈടെക് യുഗമാണ്, അത് യോ കാലമാണിത്. എടാ പണ്ടത്തെ പോലെ ഇങ്ങനെ ലുങ്കിയൊക്കെ കൊടുത്തിട്ട് പോണത് മോശമല്ലേ? തന്നെയല്ല ഏത് നിമിഷവും നമ്മൾ പിടിക്കപ്പെടാം. അപ്പൊ ചാനലും പത്രത്തിലൊക്കെ വരില്ലേ, അപ്പൊ നല്ല കളർഫുൾ ആയിട്ട് കിടന്നോട്ടാ. ഒരു ബുദ്ധി ഇല്ലല്ലോടാ, ഒരു ബുദ്ധി. അല്ല പറഞ്ഞ പോലെ ഒരു ബുദ്ധിയുള്ള ആകപ്പാടെ ബുദ്ധിയുള്ള ഒരു പയ്യൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവനെന്തിയടാ? അവനെന്തിയെ ഒന്ന് വിളിച്ചു നോക്കിയേ. എന്റെ പൊന്നെ, ആകപ്പാടെ ബുദ്ധിയുള്ളവൻ അവനാ. ആകപ്പാടെ ബുദ്ധിയുള്ളതാ അവനാന്നത് ഡെയിലി ചെയ്ത് വെച്ചോ. ഇല്ല, അവന് കിട്ടിയില്ലേ? അല്ല ഇതിനകത്ത് കാശില്ല. കാശില്ലാത്ത മൊബൈലുണ്ടാ ബോസ് നടക്കുന്നത്. ഞാൻ വിളിക്കാം. ഓ സ്വിച്ച് കുത്തി അപ്പൊ അപ്പുറത്താക്കി സ്പീക്കറിൽ ഉറ്റേക്കാം. പേടിക്കാനൊന്നുമില്ല, ഒരു അപകടത്തിലും പെട്ടിട്ടില്ല അവൻ. അതല്ലോണ്ട് അവൻ ചിരിക്കോണ്ടിരിക്കണത്. അവൻ ചിരിക്കണതല്ല, അവന്റെ പുതിയ ഡയൽ ടോണാ അത്. ഹലോ ഹലോ.
ഹലോ ഹലോ എടാ ബുദ്ധിമാൻ മോനെ, ഹലോ ബോസ് ബോസ് എവിടെയാ നിങ്ങള്? എടാ ഞങ്ങൾ ആ കൊട്ടാരത്തിന്റെ ഹാളിലുണ്ട്. അയ്യോ എന്നത്തെ പോലെ ഇന്നും ഞാൻ പെട്ടു. ഇത് എവിടെ നിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ദേ എവിടെയാ? വന്ന് കയറി നിൽക്കുന്ന. അയ്യോ ഓയ് ഓയ് ഇവിടെ 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 ഇവിടെ. പ്രധാന മാങ്ങണ്ടി മോറ, നീ എന്തിനാണ് അവിടെ കയറി നിൽക്കാൻ? അങ്ങനെ കിടന്ന് അലറല്ലേ. പിന്നെ ഇതിലും കേട്ട ആരെങ്കിലും ഓടി വരൂലേ? ഒന്ന് പതുക്കെ വിളിക്ക്. പതുക്കെ വിളിക്ക്. ഇതെന്താ കാണിക്കണത്? ഇങ്ങനെ വിളിച്ച അവൻ കേൾക്കുവോ? അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ വിളിച്ചത്. നീ എന്താണ് കിടന്ന് കാണിക്കുന്നത്? ഇറങ്ങി പാടേങ്ങട്. എന്ത് പറയട്ടെ, ഇത് താഴോട്ട് ഇറങ്ങാനുള്ള വഴി അറിഞ്ഞല്ലോ. കുറെ നേരമായി മേളിൽ തന്നെ കിടന്ന് കറങ്ങുക ഞാൻ. നീ വഴി അറിയാതെ മേളിൽ കിടന്ന് നീ എന്താ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റോ? എനിക്ക് വയ്യ. എടാ, നീ ഏത് വഴിക്കാണോ അങ്ങോട്ട് കയറിയത് ആ വഴിക്ക് തന്നെ തിരിച്ചിറങ്ങാൻ നോക്ക്. ഓ, എന്റെ പൊന്നളി, ആ കേറി വന്ന വഴി ഞാൻ മറന്നുപോയെന്ന്. ആ ഇവൻ സംഭവിക്കും. ഇവൻ വന്ന വഴി മറക്കും. അവൻ അങ്ങനെ വത്തന. ഇന്നലെ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു സ്മോള് തരാമോ എന്ന് കാല് പിടിച്ച് ചോദിച്ചു. ഞാൻ സ്മോള് കൊടുത്തു. അത് കുടിച്ചു കഴിഞ്ഞപ്പോ അവൻ പറയാ അവൻ എന്നോട് പറയാ, എനിക്കിങ്ങനെ ആശാനപ്പം ലോക്കലായിട്ട് നടന്നാൽ പോരാ, എനിക്ക് കുറച്ച് കാശൊക്കെ ഒരുപാട് ഉണ്ടാക്കി വലിയ നിലയിൽ എത്തണമെന്ന്. ഇപ്പൊ എങ്ങനെയാ വലിയ നിലയിലെത്തിട്ട് നല്ല സുഖമൊക്കെ ആണോ വീട്ടിലെല്ലാവർക്കും? ഞാൻ അങ്ങനൊന്നും പറയില്ല. അളിയാന്ന് പറഞ്ഞോളെ, എനിക്ക് വഴി പറഞ്ഞു തരാൻ പറയും. ആശാനെ സംഭവം അതൊക്കെ മറന്നുതരാം. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇറക്കി തരണം. ഇവിടെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല മാങ്ങ വല്ല ആണോ കല്ലിനെറിഞ്ഞ് താഴെ വീഴ്ത്താൻ? പോത്ത് പോലെ ഇരിക്കുന്ന ചെറുപ്പക്കാരനല്ലേ അവൻ. ഞാൻ എങ്ങനെ ഇറക്കും? ബോസ്, അവന്റെ കരച്ചിൽ കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒന്ന് ചെന്ന് നിങ്ങളുടെ അടുത്തിട്ട് വാങ്ങട്. എടാ എന്റെ പെങ്ങടെ 1.5 വയസ്സായ കൊച്ചു പേരയ്ക്ക വരയ്ക്കാൻ മേളിൽ കയറി നിൽക്കും. അല്ലാതെ അവന് പോത്ത് പോലെ ഇരിക്കണ ചെറുക്കന അവന് ഞാൻ എങ്ങനെയൊക്കെ താഴെ ഇറക്കും? എങ്ങനെയാലും താഴെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ നിന്റെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് താഴെ ഇറക്കണം. ഞങ്ങളുടെ ഇത്രയും പേരെ ബുദ്ധി തരില്ല. ഒരു പീസ് എടുത്ത് തന്നെ കയ്യാൻ പെട്ടികൾ കിട്ടണം. അതുപോലെ തന്നെ 8 സമയം കൊണ്ട് നീ താഴെ എത്തിയിരിക്കണം. 8 വരെ അത് കഴിഞ്ഞ് എനിക്ക് എണ്ണാൻ അറിയാൻ പാടില്ലെന്ന് നാട്ടുകാരറിയും. എന്ത് വെല്ലുവിളി സ്വീകരിച്ചാലും ശരി, 8 നിറയുന്നതിന് മുമ്പേ ഞാൻ അവിടെ എത്തിയിരിക്കും. ഓക്കേ, ഓക്കേ. ഇപ്പൊ ഒന്നേന്ന് എണ്ണണേക്കുമ്പോ താഴെ വന്നേനെ. ആശാനെ 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 ഈ വീലുണ്ടോ? ആ കണ്ട സ്വർണത്തിന്റെ തോന്നുന്നു. അത് വീൽ അലങ്കരിക്കാൻ പറ്റാനല്ല. പിന്നെ ഈ രാജാവിന് ചെറിയൊരു കടമുണ്ട്. വണ്ടിക്കാര് CC പിടിച്ചുകൊണ്ടാവാതിരിക്കാൻ വേണ്ടി വീലി ഊരി കൊണ്ടുവന്ന് പുള്ളിയോട് വെച്ചേക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ മോഷണം തുടങ്ങി കഴിഞ്ഞാൽ ഒരറ്റത്ത് ആ അറ്റത്ത് വിളിപ്പോഴും എല്ലാ സംഭവവും നമ്മുടെ കൈക്കലാക്കിയിരിക്കണം മുഴുവനും. പക്ഷെ വന്ന സമയത്ത് ഒരു ഐഡിയ വിട്ടുപോയിടാ. വലിയൊരു ചാക്ക് കൊണ്ടുവന്നായിരുന്നല്ലോ, ഈ കൊട്ടാരത്തിന്റെ പുറകെ ഇങ്ങനെ അടി കൂട്ടി പിടിച്ചങ്ങ് കൊണ്ടാവായിരുന്നു മൊത്തത്തില്. നമുക്ക് തുടങ്ങാം. ഇനിയിപ്പോ എന്ത് സംഭവം? ഇനി സംഭവം എന്ന് വെച്ചാൽ ഒന്നും വിടരുത്. ഒരു രത്നത്തിന്റെ തുണ്ട് പോലും നമ്മൾ വിട്ടുകളയരുത്. ശരി, വാ. അറ്റാക്ക്. 9447827108. അതെന്താ ഇത്? വാട്സപ്പ് ചോദിച്ചു. എന്റെ വാട്സപ്പ് നമ്പർ ഒരു ഹായോ ഒരു കെയോ അടിച്ചത്. വാട്സപ്പ് നമ്പർ അല്ല ചോദിച്ചത്, ഹാൻഡ്സപ്പ് എന്നാണ് പറഞ്ഞത്. എന്താ പരിപാടി? അത് ചോദിക്കാൻ താനാരാണാവോ വാനരോ? താരാണാവാരോ? ബോസ് എന്താ ഉദ്ദേശിച്ചേ? താരാണവാരാനോ? അതെ, നീ ആരാ? അങ്ങനെ ചോദിക്കില്ല. മനസ്സിലായില്ലേ? ഇല്ല. ഇതാണ് സിനിമാ നടൻ സുരാജ് വെഞ്ഞാറമൂട്. തള്ളേ പൊളപ്പനാന്ന് പറഞ്ഞ പൊളപ്പനാണോ ഈ നിൽക്കണ പൊളപ്പൻ? ഏടാ പൊളപ്പാ, നിനക്കെന്താ ഇവിടെ കാര്യം? അല്ല, ഞാനാണ് ഈ പ്രോഗ്രാം ആങ്കർ ചെയ്യുന്നത്, നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റ്സ്. ഇതെന്നെ സംഭവം ഇവിടെ? ഇത് പ്രോഗ്രാമിന്റെ ഫ്ലോറാണിത്. പ്രോഗ്രാമിന്റെ ഫ്ലോർ ആണോ? അതെ. ദൈവമേ, അത് കൊട്ടാരല്ലേ ഇത്? അല്ലല്ല അല്ലല്ല കൊട്ടാരല്ലേ? അല്ല, ഇത് ശരിക്കും സെറ്റാണ്. സെറ്റാണ്. ശ്യാം ഭാട്ടിയ എന്ന് പറയുന്ന ഒരു മഹാനായ ആളിട്ട സെറ്റാണ്. ബോസ് പറഞ്ഞത് കൊട്ടാരമാണെന്ന് പറഞ്ഞു. അതെന്റെ കൂട്ടുകാരൻ എനിക്കിട്ട് ചതിച്ചാടാ. എന്താ നടക്ക്? നിങ്ങളുടെ ഉദ്ദേശം എന്താ? നിങ്ങൾ എന്താ പരിപാടി? അപ്പൊ ഞങ്ങളെ മനസ്സിലായില്ലേ? ഇല്ല, ഞങ്ങൾ കവർച്ചയ്ക്ക് വന്നതല്ലേ. ഞങ്ങൾ പുലർച്ചയ്ക്ക് വന്നാണ് ഈറ്റ കൊണ്ടുതന്നെ വണ്ടിയിൽ 5:30. ഓ, പുലർച്ചയ്ക്ക് വന്നു. എന്താ പരിപാടി പുലർച്ചയ്ക്ക്? ഇനിയുള്ള സത്യം അങ്ങോട്ട് പറയാലോ? അല്ല, പറഞ്ഞിട്ട് പോ. എന്താണ്? ഒന്നുമില്ല. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? ചൂണ്ടക്കാരൻ മൊത്തം തകർക്കുന്നു. വരൂ, എന്താണ് നിങ്ങൾ ചോദിച്ചിട്ട് പോകും. അതെ, ഞങ്ങൾ സത്യം പറയാല്ല. ഞങ്ങൾ ഒരുമ ആർട്സ് ക്ലബിന്റെ ഭാരവാഹികളാ. സുരാജന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ വന്നതാ. അതെ, ഞങ്ങളുടെ നിപ്പ് കണ്ടല്ലോ, അറിയില്ലേ? തീർച്ചയായിട്ടും. അതിനെപ്പോഴും ഇത് കാണിക്കാൻ വേണ്ടിട്ടാണ് ഇത്രയും നേരം പിടിയും ബഹളമൊക്കെ ആയത്. ഒരുമ ഉദ്ഘാടനം എന്നാണ് ഡേറ്റ്? 16-ാം തീയതി. ഞങ്ങളുടെ പ്രസിഡന്റ് ആണിത്. 16 16-ാം തീയതി. 16-ാം തീയതി ഈ മാസം. ഈ മാസം 16-ാം തീയതി. അയ്യോ ഇല്ല, നടക്കില്ല. ഞാൻ ഓൾറെഡി പിന്നെ നമ്മുടെ ഒരു സിനിമയ്ക്ക് ഷൂട്ട് കൊടുത്തു. അയ്യോ, അങ്ങനെ പറയരുത് പ്ലീസ്. നിങ്ങൾ ഇല്ല, പറ്റില്ല, പ്ലീസ്. സാർ ഇങ്ങോട്ട് നോക്കേ. ഞങ്ങളുടെ പ്രസിഡന്റ് ഒരേ നിർബന്ധം സുരാജ് ഏട്ടനെ കൊണ്ടുവരണമെന്ന്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഖജാൻജിയായിട്ട് നേരെ ഇങ്ങ് പോരുന്നത്. ഞങ്ങൾ ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണ് സുരാജ് ഭായി വേണമെന്നുള്ളത്. ഇല്ല, നടക്കില്ല. പറ്റുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളെ കൂടെ വരാം. അങ്ങനെ പറയുന്നത് നിങ്ങൾ വരണം. 16-ാം തീയതി ഡേറ്റ് ഇല്ലാന്ന്. ഞങ്ങൾ ഐക്യകണ്ഠേന തീരുമാനം എടുത്ത തീരുമാനം എന്താണെന്നറിയാമോ? ഒന്നല്ലെങ്കിൽ സുരാജ് ഭായി,
അല്ലെങ്കിൽ പ്രധാനമന്ത്രി. ശ്ശെ. ശരിക്കും പറഞ്ഞാൽ 18-ാം തീയതി അല്ല 16-ാം തീയതി ഞാൻ വിളിച്ച് പറഞ്ഞാൽ അത് മാറ്റാന്നുള്ളതേ ഉള്ളൂ ഷൂട്ട്. ഞാൻ വരാം. ഈ പ്രധാനമന്ത്രിക്ക് പകരം ഉള്ള ആളെന്ന് പറയുന്നതും അതിനേക്കാൾ അത്രയും വലിയൊരു ഒരു ഫംഗ്ഷൻ ആയിരിക്കുമല്ലോ. ഞാൻ വരാം. സ്വർണ്ണല്ലേ? എല്ലാം അങ്ങനെയാണെങ്കിൽ സ്വർണ്ണ. ഈ ഇതിന്റെ റെമ്യൂട്ടേഷൻ ഒക്കെ എങ്ങനെയായിരിക്കും? ഈ സമയത്ത് ഒരു സിനിമ നടന് റേഷനറി മേടിച്ചാണോ കൊടുക്കുന്നത്? റേഷനറി അല്ല, പേയ്മെന്റ് എന്നുവെച്ചാ ശമ്പളം. ആ അത് നോക്കട്ടെ. നിങ്ങളൊരു സ്റ്റേജിന് കുബിക്കടിക്ക് എത്ര രൂപ മേടിക്കും? കുബിക്കടിയോ? അല്ല പൈസ മേടിക്കണ അയ്യോ, അത് നമ്മൾ അളവ് വെച്ച് ക്യൂബിക്കടി അങ്ങനെയല്ല വാങ്ങുന്നത്. നമ്മള് പിന്നെ ചെറിയ രീതിയിലൊക്കെ പൈസ അവർ തരുമ്പോ വാങ്ങാം. അത് ആൾക്കാരെ നോക്കിയിട്ടാണ്. അങ്ങനെ പ്രത്യേകിച്ച് മസിൽ പിടിക്കാറില്ല. അല്ല മസിൽ തളത്തിയിട്ടിട്ട് എത്ര മേടിക്കും? മസിൽ തളത്തിയിട്ടിട്ടോ? അല്ല, എന്തായാലും നമ്മള് ഇപ്പോ പ്രത്യേകിച്ച് പ്രധാനമന്ത്രിക്ക് പകരം വരുന്ന ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് എനിക്ക് 5 പൈസ വേണം. എന്താ രണ്ടാമത്തെ സൗണ്ട് ഉടഞ്ഞു പോകുന്നതുകൊണ്ട് വേണ്ട. സന്തോഷമായി. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ പോയി നമുക്കൊരു ചെറിയ എഗ്രിമെന്റ് ഒക്കെ വെച്ചാൽ തീർച്ചയായിട്ടും എന്നാ പെട്ടെന്ന് അങ്ങ് വിട്ടോളൂ. കാരണം മാത്രമല്ല അത് ഞാൻ വരാം. എഗ്രിമെന്റ് ഒന്നും വേണ്ട, ഞാൻ വന്നിരിക്കുന്നു. നാടന്മാരങ്ങനെ വാക്ക് മാറ്റി ഇല്ല, 16-ാം തീയതി ഞാൻ വരും. കാരണം നിങ്ങളൊന്ന് പെട്ടെന്ന് മാറി തരണം. ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ട്. ഒരു വലിയൊരു സംവിധായകൻ. അദ്ദേഹത്തിന്റെ സിനിമ കാണാനായിട്ട് റിലീസ് എന്ന് പറഞ്ഞാൽ മതി, ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അത്രയും പ്രധാനപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കിടിലൻ ഡയറക്ടറാണ്. അത്ര വലിയ ഡയറക്ടർ അതാ വരാനിരിക്കുകയാണ്. നിങ്ങളൊന്ന് മാറി തരൂ. ഒരു മിനിറ്റ് വളർന്നു വരുന്ന പയ്യൻ. ഹലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു തീർക്കണം കേട്ടോ. സുരജെ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ്? ഇപ്പൊ 16-ാം തീയതി മറ്റേ കേസ് വിളിച്ചു പറയുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. വരില്ല എന്ന് വിളിച്ചു പറഞ്ഞു. ആണോ? അവർ വരും എന്ന് വിളിച്ചു പറഞ്ഞു. ഞാനോ? വിളിച്ചു പറഞ്ഞേ. അല്ല, ഞാൻ ഇനി എന്തായാലും മാറുന്നില്ല. ഞാൻ പ്രധാനമന്ത്രി, ഞാൻ വരണ്ടേ? പ്രധാനമന്ത്രി അത് നിങ്ങൾ വേണ്ട. അതായത് ഒരുപാട് ആളുകളെ കൂടുന്ന വേദിയാ. അപ്പൊ അവിടെ നിങ്ങൾ വന്ന ഒരു പഞ്ച് കിട്ടും. അപ്പൊ പിന്നെ വേറെ നിങ്ങൾ പറഞ്ഞ ഡയറക്ടർ ഉണ്ടല്ലോ, പുള്ളി വരുവാണെങ്കിൽ നല്ല ആളും പഞ്ചൊക്കെ ഉണ്ടാവും. വലിയ പുലിയല്ലേ? അപ്പൊ പുള്ളിയായിട്ട് പുള്ളിക്ക് അവിടെ കസറാൻ പറ്റും. അതങ്ങനെ സംവിധാനം കൊണ്ടുവരാനാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലായി. നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ശരിക്കും ക്യാഷ് കിട്ടുന്ന ഒരു സാധനമാണ് കട്ട് ചെയ്തിട്ട് വരുന്നത്. ഞാൻ വരാം പ്ലീസ്. അല്ല, സംവിധാനം കൊണ്ടുപോകണത് ഞാൻ വരാന്ന് പ്ലീസ്. എന്റെ പോനടാവേ, ഞാൻ കാല് പിടിച്ചിട്ട് മനുഷ്യനാടവേ. ഞങ്ങൾക്ക് കാര്യം പറഞ്ഞ മനസ്സിലാവും ചങ്ങാതി. ഫോട്ടോ ഇട്ട് യാചിക്കണോ? അതെ, ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെയാണോ സിനിമ കയറിയത്? അല്ല, ഇങ്ങനെയാണോ സിനിമ കയറിയത്? അല്ല, നിങ്ങൾ ഈ പ്രധാനമന്ത്രിക്ക് പകരം എന്ന് പറയുമ്പോ ഏതൊരു കലാകാരന്റെ ഒരു ആഗ്രഹമാണല്ലോ തൊട്ടടുത്ത് നിൽക്കണമെന്ന്. ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കണം എന്തിനാണെന്ന്? ഒരു ആഗ്രഹത്തിന് പരിധിയില്ലേ? ആനയെ കുഴിയാനേനെ കൂടെ ഒന്ന് സെയിം ആക്കാൻ പറ്റുമോ? നിങ്ങൾ ഡയറക്ടർ എവിടെയാന്ന് മാത്രം ഒന്ന് പറഞ്ഞു തന്നാൽ മതി. വേറെ കൂടുതൽ വർത്തമാനം പറയാൻ നിൽക്കണം. ആ ഡയറക്ടർ എവിടെ നിൽക്കണം? സൗകര്യമില്ല എനിക്ക് പറഞ്ഞു തരാം. ഞങ്ങളുടെ ഡയറക്ടറെ കൊണ്ടുവന്ന ഞങ്ങളാണ്. ഞങ്ങൾ ഇവിടെ പ്രേക്ഷകർക്ക് വേണ്ടി കൊണ്ടുവന്ന് അവരുമായിട്ടുള്ള വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചിട്ട് അദ്ദേഹം തിരിച്ചു പോകുന്ന വഴിക്ക് നിങ്ങൾ വേണമെങ്കിൽ പരിചയപ്പെട്ടോ. ആണ്. അപ്പൊ ഞങ്ങൾ പുള്ളിടത്തേക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ പോകാൻ പറ്റില്ല. എന്നാ ശരി, നമുക്ക് പോകാം. പോക്കോ, പുറത്തേക്ക് പോക്കോ. സെക്യൂരിറ്റി തിക്കുറിശിയൊക്കെ വന്നിട്ടുണ്ടോ? തിക്കുറിശി അല്ലടോ, സെക്യൂരിറ്റി എന്നാ വിളിച്ച് ഇറങ്ങി പോയാ കൂടെ. തിക്കുറിശിയൊക്കെ വന്നിട്ടുണ്ട്. കഷ്ടാ നോക്കണേ. ഹായ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്സ്. സുരാജേട്ടാ, തുടങ്ങല്. ഇതെന്താ അത്ര തിരക്ക്? ഞാൻ വന്നിട്ടില്ല. അതെ, വേണമെങ്കിലൊക്കെ പെട്ടെന്ന് കയറി വരണം. ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. അതായത് ഒരുപാട് വിശിഷ്ട അതിഥികൾ, ഇപ്പൊ എന്നോടൊപ്പം അഭിനയിച്ചിട്ടുള്ള ഒരുപാട് താരങ്ങൾ നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി അഭിനയിപ്പിക്കലാണ് പുള്ളിയുടെ ഏറ്റവും വലിയ തൊഴിൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സിനിമ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേക്ഷകരെല്ലാരും വെയിറ്റ് ചെയ്തിരിക്കും. ആരായിരിക്കും അദ്ദേഹം? ഒരു ഡയറക്ടറാണ്. ഒരു ക്ലൂ കൂടെ തരാം. അദ്ദേഹത്തിന്റെ ശബ്ദം ഞാൻ അങ്ങോട്ട് ഇമിറ്റേറ്റ് ചെയ്യാം. ധൈര്യം ഉണ്ടെങ്കിൽ പറയും. പ്രിയപ്പെട്ടവരെ, മലയാള സിനിമയിൽ ഒരുപാട് താരങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ വരുമാനം കോമഡി സൂപ്പർ നൈറ്റിൽ വരുവാൻ ഒരുപാട് സന്തോഷമുണ്ട്. എന്ന പേര് പറയേ. മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ ലാൽ ജോസ് അല്ലാതെ മറ്റാരാണ്? യെസ്, നമുക്ക് സ്വാഗതം ചെയ്യാം ലാൽ ജോസ് സാറിനെ. നമസ്കാരം സാർ. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് സാർ. ഈ
നമ്മുടെ ഈ കോമഡി സൂപ്പർ നൈറ്റിൻ്റെ വേദിയിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. സർ, ഇവിടെ ഒരുപാട് സൂപ്പർ താരങ്ങൾ ഈ വേദിയിൽ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സംവിധായകരിലെ സൂപ്പർ സ്റ്റാർ ലാൽ ജോസ് സാർ ഈ വേദിയിലെത്തുന്നത്. എന്താണ് ഈ സൂപ്പിക്കണേന്റെ രഹസ്യം? വേറൊന്നുമല്ല, ഒരു പടത്തിൽ ഒരു ചാൻസ്, അത് തന്നെ. അല്ല സാർ, ഇത് സൂചിപ്പിക്കുന്നതല്ല. സാറിൻ്റെ പടം കാണാൻ ഇവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് ചിരിക്കണ്ട, വേറൊന്നുമല്ല, സാറിനെ കണ്ടുകൊണ്ട് മാത്രമാണ് രാജാപ്പാട്ട് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നത്, ഒരു ചാൻസിന് വേണ്ടി. അല്ലേ? സുരാജേട്ടൻ പറയുന്ന പോലെ എനിക്ക് അങ്ങനെ താല്പര്യം ഇല്ലായിരിക്കൊന്നുമില്ല. അല്ല, കിട്ടിക്കഴിഞ്ഞാൽ അഭിനയിക്കില്ലേ? പിന്നല്ലേ സാറ് ചോദ്യം. അല്ല, ഒരുപാട് പിന്നെ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട് സാറ്. അതിപ്പോ നടിമാർക്ക് മാത്രമല്ല, തിരക്കഥാകൃത്തുകൾക്കും കൊടുത്തിട്ടുണ്ട്. തിരക്കഥാകൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. രഞ്ജൻ പ്രമോദ്, ജെയിംസ് ആൽബർട്ട്, മുരളി ഗോപി, വിജീഷ്, പിന്നെ എന്താ രജി നായർ, ഇപ്പൊ ഈ പുതിയ നീനയില് വേണുഗോപാൽ, അങ്ങനെ പുതിയൊരാളെ കൂടി സാറ് പരിചയപ്പെടുത്തിയിരിക്കുന്ന മലയാളത്തിന്. ഇനി നായികമാരെ കുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. ആരൊക്കെയാ ഇപ്പോൾ ഉള്ള? കാവ്യ മാധവൻ, ലെന, സമൃദ്ധ സുനിൽ, ആനഗസ്റ്റിൻ, അനുശ്രീ, അർച്ചന കവി, മുക്ത, അറബിക്കഥയിലെ ആ നായിക ഓ അതൊന്നും വായിലിരിക്കില്ല, പിന്നെ സ്പാനിഷ് മസാല ഡാനിയൽ. സാർ, ഈ ഇതിലൊരു കഥയുണ്ടായിരുന്നല്ലോ, ഇപ്പൊ നീനയും പുതിയതാണ്. ആ കഥയിലേക്ക് നമുക്ക് പോകാം. നമുക്ക് സ്പാനിഷ് മസാല അതൊന്ന് തിരിയണം. സ്പാനിഷ് മസാല അത് പോട്ടെ, അറബിക്കഥ പിടിക്കാം. എളുപ്പമുള്ള പേര്. ഈ അറബിക്കഥയിൽ എങ്ങനെയാണ് സാർ ആ നായികയെ കണ്ടെത്തിയത്? അറബിക്കഥയിലേക്ക് ഒരു ചൈനീസ് പെൺകുട്ടീനെ നായികയായിട്ട് വേണമായിരുന്നു. അപ്പൊ നമുക്ക് ചൈനീസും അറിയില്ല, അവർക്ക് ഇംഗ്ലീഷും അറിയില്ല. അപ്പൊ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി വന്നു. അങ്ങനെ കുറെ സുന്ദരിമാരായിട്ടുള്ള ഒരുപാട് ചൈനീസ് പെൺകുട്ടികൾ വന്നു. ഈ പെൺകുട്ടിയായിരുന്നു മീഡിയേറ്റർ ആയിട്ട് നിന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഈ പെൺകുട്ടി അവർക്ക് അഭിനയിച്ചൊക്കെ കാണിച്ചു കൊടുക്കും. അവരൊക്കെ അഭിനയിക്കാൻ വളരെ മോശമായ കുട്ടികളായിരുന്നു ഈ വന്ന ആൾക്കാരൊക്കെ. സുന്ദരിമാരായിരുന്നു, പക്ഷെ അഭിനയിക്കാൻ തീരെ കൊള്ളൂലായിരുന്നു. അപ്പൊ കുറെ കഴിഞ്ഞ് കുറെ പേരെ നോക്കി കഴിഞ്ഞപ്പോ അവസാനം ഞാൻ തീരുമാനിച്ചു ഈ കുട്ടി നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അവരോട് ചോദിച്ചു, നിങ്ങൾ അഭിനയിക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ ഈ ട്രാൻസ്ലേറ്റർ ആയിട്ട് വന്ന കുട്ടി തന്നെ നായികയായി. എന്ത് പറയുന്നു? ട്രാൻസ്ലേറ്റർ ആയിട്ട് അങ്ങനെ പോണോ സാറിന്റെ കൂടെ? എനിക്ക് വേറെ അധികം ഭാഷകൾ അറിയാത്തോണ്ട്. അല്ല, ഏതൊക്കെ ഭാഷ അറിയാം? മലയാളം ഞാൻ നല്ല ഇംഗ്ലീഷ്, വൃത്തിയായിട്ട് ഹിന്ദി, തമിഴ്, സംസാരിക്കും. തെലുങ്ക് ഇതൊക്കെ പറഞ്ഞാൽ അറിയാം, കേട്ടാൽ അറിയാം, സംസാരിക്കാനും അറിയില്ല. സാർ, നീനെ കുറിച്ച് നമുക്ക് അറിയാനുണ്ട്. കാരണം ഈ സിനിമയുടെ ഒരു കാര്യവും സാറ് പുറത്തു വിട്ടിട്ടില്ല. മലയാളി പ്രേക്ഷകരെല്ലാം ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. കാരണം ആർക്കും വലിയ ക്ലൂ ഒന്നുമില്ല. നീന എന്നുള്ള ഈ 2 അക്ഷരങ്ങൾ മാത്രമേ അറിയുള്ളൂ. ആരാണ് നായിക, എന്തായിരിക്കും ഇതിന്റെ തീം, മൊത്തം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലോ. ഒന്ന് പ്രേക്ഷകർക്കറിയാം, ലാൽ ജോസ് ആർ എന്ന സംവിധായകന്റെ പിന്നെ വിരൽ തുമ്പിൽ വരുന്ന ഒരു കിടിലൻ ചിത്രമായിരിക്കും. നീന 2 സ്ത്രീകളുടെ കഥയാണ്. നീന എന്നുള്ള സിനിമയുടെ പേര് നീ ഹൈഫൺ നായാണ്. നീനയും നളിനിയുമാണ്. രണ്ടുപേരുടെ കഥയാണ്. നീനയാണ് പ്രധാന കഥാപാത്രമെങ്കിലും അത് നളിനിയുടെയും കൂടി കഥയാണ്. 2 സ്ത്രീകളുടെ കഥയായതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു പുരുഷന്റെയും കൂടി കഥയാണ്. പുരുഷനില്ലാതെ സ്ത്രീയില്ലല്ലോ. ഇതിപ്പോ പറഞ്ഞു എല്ലാവരും ഉണ്ടല്ലേ ഇതിൽ. നായക കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നത് വിജയ് ബാബു ആണ്. വിജയ് ബാബു ആദ്യമായിട്ടാണ് ഒരു പ്രധാന നായക കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. നീനയായിട്ട് അഭിനയിക്കുന്നത് ഒരു പുതിയ പെൺകുട്ടിയാണ്. ഈ പുതിയ പെൺകുട്ടിയുടെ ഫോട്ടോയോ ഒന്നും അങ്ങനെ അധികം ആരൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഫ്ലവേഴ്സ് ടിവിയിലൂടെ ഇന്ന് നമ്മളെ നായികയെ നിങ്ങൾക്ക് കാണിക്കും. അപ്പോ ശ്രീ ലാൽ ജോസിന്റെ ഏറ്റവും പുതിയ നമ്മൾ കാത്തിരിക്കുന്ന നീന എന്ന ചിത്രത്തിലെ ഇതുവരെ നമ്മൾ കാണാത്ത ആ പുതിയ മുഖത്തിനെ ഫ്ലവേഴ്സ് ചാനലിലൂടെ ആദ്യമായി മലയാളി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ്. ലാൽ ജോസ് സാറിന്റെ നീന എന്ന ചിത്രത്തിലെ നായിക നീനയെ നമുക്ക് കാണണ്ടേ? നീന എന്നാണ് സാർ അതിലെ പേര്? സിനിമയിലെ പേര് നീന എന്നാണ്, പക്ഷെ ശരിക്കും ആ കുട്ടിയുടെ പേര് ദീപ്തി സതി എന്നാണ്. ഓ, ദീപ്തി സതി. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം ദീപ്തി സതിയെ. നല്ല കൈയടിയോടുകൂടി സ്വാഗതം ചെയ്യാം. വെൽക്കം. നീന എന്ന ദീപ്തി സതി. ഒരുപാട് സന്തോഷമുണ്ട് സാർ. ആദ്യമേ ചോദിക്കണം, ആ പോസ്റ്ററിൽ ആ കുട്ടിയെ തിരിച്ചു നിർത്തിയിരുന്നു. ഇപ്പൊ ഇൻട്രൊഡക്ഷനും തിരിച്ചു നിർത്തിയിരുന്നു. രണ്ടാമതൊരു പോസ്റ്റർ ഇറങ്ങി ബൈക്കിൽ, അതിലും തിരിച്ചു നിർത്തിയിരിക്കുന്നു. എന്താ സാർ എല്ലാം തിരിച്ചു നിർത്തിയിരിക്കുന്നത്? ആദ്യമായിട്ട് കാണാനുള്ളൊരു കൗതുകം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ സിനിമയിലെ നീനയുടെ ക്യാരക്ടറിലും ആ സ്വഭാവമുണ്ട്. എങ്ങനെ ഈ തലതിരിഞ്ഞ സ്വഭാവമുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ നായിക?
നീന എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടേ നല്ല കൈയടി കൊടുക്ക്. എന്താ പേര്? നീന. നീന. മലയാളം നന്നായിട്ട് അറിയോ? അതെ, എനിക്ക് മലയാളം നല്ലപോലെ അറിയാം, പക്ഷേ സംസാരിക്കുമ്പോൾ കുറച്ച് തെറ്റുകൾ വരും. അതെ, നല്ലപോലെ അറിയാം, പക്ഷെ സംസാരിക്കുമ്പോൾ നല്ലപോലെ കുറച്ച് തെറ്റ് വരും. കുഴപ്പമില്ല, നമ്മൾ സംസാരിക്കുമ്പോൾ മാത്രമേ മലയാളം തെറ്റുള്ളൂ അല്ലേ? അതെ. എവിടെ സ്ഥലം? ഞാൻ ജനിച്ചതും വളർന്നതും മുംബൈയിലാണ്. മുംബൈ. പിന്നെ കേരളത്തിൽ എവിടെയാ? കേരളത്തിൽ കൊച്ചിൻ. എൻ്റെ അമ്മ കൊച്ചിനത്തിലാണ്. എന്നാ ഇവിടെ എത്തിയത്? ഓൺ മലയാളത്തിൽ പറയേ, എന്നാ ഇവിടെ എത്തിയത്? മിനിനാ. യെസ്റ്റർഡേ ഞാൻ എവിടെ എത്തി. ഇതാണ് എനിക്ക് പിടിക്കാത്ത ഇംഗ്ലീഷ്. അങ്ങോട്ടെങ്ങാനും ചെന്ന് നിന്ന് സംസാരിക്കാൻ. എനിക്ക് സാറിനോടാണ് ചോദിക്കാനുള്ളത്. ഈ നീനെ അന്വേഷിച്ചുള്ള യാത്ര എങ്ങനെയായിരുന്നു? ലോകയാത്രക്കിടയിൽ നിന്ന് കിട്ടിയതാണോ അതോ നീനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണമായിരുന്നോ? നീനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടായിരുന്നു. ഇതൊരു 3 വർഷം മുമ്പ് തീരുമാനിച്ച ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ എഴുത്തും മാറ്റിയെഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതിനിടയിൽ ഞങ്ങൾ ഇതുപോലെ മുടിയുള്ള ഒരു പെൺകുട്ടിയെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഒരു 80ഓളം പെൺകുട്ടികളെ പല സ്ഥലത്തു നിന്നും കാണുകയും ഓഡിഷൻ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അവസാനം വേറൊരു പ്രമുഖ നടിയിൽ അന്വേഷണം അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. അവർ കഥയൊക്കെ കേട്ടു, ഭയങ്കര ഇഷ്ടമായി, ക്യാരക്ടറൊക്കെ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അവസാനം മുടി വെട്ടേണ്ട കാര്യം പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. പ്രമുഖ നടി. അതെ. ഓക്കെ, അതാരാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് പറയില്ല. അത് കഴിഞ്ഞ് വീണ്ടും അന്വേഷണം തുടരുമ്പോഴാണ് ലാസ്റ്റ് മൊമെന്റിലാണ് ബോംബെയിൽ നിന്ന് ദീപ്തിയുടെ ഒരു കോണ്ടാക്ട് കിട്ടുന്നതും ദീപ്തി വരുന്നതും. അപ്പോൾ മിസ് കേരള ആയിരുന്നു 2013. സാർ, ഈ കുട്ടിക്ക് ആദ്യമേ മുടി ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു? അല്ല, അതാണ് ഇവരെ നേരിട്ട് കണ്ടു. ഇവരെ ഓഡീഷനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ക്ലിപ്പ് ഊരിയപ്പോൾ ഒരു നല്ല ലോങ് ഹെയർ ഇതുവരെ ഉണ്ടായിരുന്നു. മലയാളി പെൺകുട്ടിക്ക് നമ്മുടെ സങ്കല്പത്തിലുള്ള അത്ര മുടിയല്ലേ? നല്ല ബ്രൗൺ കളറിലുള്ള മനോഹരമായ മുടിയായിരുന്നു. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, ഈ ക്യാരക്ടറിന് മുടി വെട്ടണം. നിങ്ങളുടെ മുടി കണ്ടിട്ട് അത് വെട്ടാൻ പറയാൻ എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ, ഞാൻ അതുപോലെ ഹെയർ കട്ടുള്ള വേറൊരാളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ദീപ്തി പറഞ്ഞു, എൻ്റെ മുടി വേഗം വളരും സാർ, എനിക്ക് തല വരെ വെട്ടാം, പടത്തിന് എനിക്ക് വേഷം കിട്ടിയാൽ മതി. ഒരുപാട് പടം, പുള്ളിയുടെ പടം എല്ലാം കണ്ടിട്ടുണ്ടോ? ലാൽ ജോസ് സാറിന്റെ I have watched. എത്ര പടം കണ്ടു? Lal sir's old params are little difficult to watch, but Misha Madhavan, Diamond Necklace I really loved, and now Neena. So yes, I'm a great fan of Lal sir. My mom loves Lal sir's movies. അപ്പോൾ സാർ, ഇനി അടുത്തത് അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ, ഷൂട്ടിംഗ് ലൊക്കേഷൻ എവിടെയായിരുന്നു? നീന തുടങ്ങുന്നത് സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്നാണ്, റഷ്യയിലാണ് ആദ്യത്തെ ലൊക്കേഷൻ. അപ്പോൾ സാർ ഈ പിന്നെ വേൾഡ് ടൂർ നടത്തിയ ആ സമയത്താണോ? ലൊക്കേഷൻ നോക്കി വെച്ചിരുന്നു? അതെ, ശരിക്കും പറഞ്ഞാൽ ആ ലണ്ടനിലേക്കുള്ള കാർ യാത്രയിൽ ഞങ്ങളുടെ ആ യാത്രയിൽ സംഭവിച്ച ഒരു മെയിൻ ഇവന്റ് നടന്നത് അവിടെ വെച്ചായിരുന്നു, സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ചായിരുന്നു. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ചിട്ടാണ് ആ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ അന്ന് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ കുറേ സ്ഥലങ്ങൾ ചുറ്റി കറങ്ങി കണ്ടിരുന്നു. ആ സ്ഥലങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് നീനയുടെ കഥയിൽ ഒരു പ്രത്യേക പോർഷൻ വിദേശത്ത് ചിത്രീകരിക്കേണ്ട ആവശ്യം വന്നപ്പോൾ ആ സ്ഥലം ഓർമ്മയിൽ വരികയും അന്ന് അവിടെ പരിചയപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഈ സിനിമയുടെ തുടക്കം ഉണ്ടായത്. അതുമാത്രമല്ല, സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഞാൻ അന്ന് പോയ ഒരു വലിയ കത്തീഡ്രൽ ഉണ്ടായിരുന്നു. ആ പള്ളിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ആലോചിച്ചു, ഇതിന്റെ മുമ്പിൽ ഇതിലൊക്കെ വെച്ചിട്ട് ഒരു ഷോട്ട് എടുക്കാൻ എപ്പോഴെങ്കിലും പറ്റുമോ ഈശ്വരാന്ന്. അത് സാധിച്ചു വന്നു. അത് സാധിച്ചു. അതെ, അത് സാധിച്ചു എന്ന് മാത്രമല്ല, ഈ കുട്ടിയുടെ ആദ്യത്തെ ഷോട്ട് ആ പള്ളിയിൽ വെച്ചായിരുന്നു. എൻ്റെ അമ്മോ, നമ്മളൊക്കെ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. എന്തായാലും ലാൽ ജോസ് സാറിന്റെ ആ സിനിമയിലൂടെ ലാൽ ജോസ് സാറ് കടന്നുപോയ ആ വഴിയും, ഇല്ലെങ്കിൽ ആ പിന്നെ എന്തോ സെന്റ് പീറ്റേഴ്സ്ബർഗ് സ്ഥലം നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു സുവർണ അവസരം കൂടിയാണ്. സാറിന്റെ പടം ഉടനെ റിലീസാണ്. എന്നാണ് സാർ? 14th മെയ് 14 നീന നമ്മളെല്ലാം കാണാനായിട്ട് തിയേറ്ററിലെത്തും. നമ്മളും പോയി കണ്ടിരിക്കണം. ഓക്കെ. ദീപ്തി ഡാൻസ് ചെയ്യൂ? അതെ, ഡാൻസ് ചെയ്യും. നന്നായിട്ട് ഡാൻസ് ചെയ്യും. I'm a classically trained dancer. ഓ എൻ്റെ അമ്മോ, പാട്ട് പാടുമോ? അതെ. ശരി, എന്നാ ഒരു പാട്ട് പാടിക്കേ. ദീപ്തി പാടും, നന്നായി ഡാൻസ് ചെയ്യും. പക്ഷെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ നീനയിൽ ഇത് രണ്ടും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഓ, ഈ സിനിമയിൽ ആവശ്യമില്ലായിരുന്നു. അപ്പൊ ഈ വരുന്ന സിനിമകളിൽ അതൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം. തീർച്ചയായിട്ടും ലാൽ ജോസ് സാർ കൊണ്ടുവന്ന പിന്നെ ഒരു നായികമാരും വെറുതെ ഇരിപ്പില്ല, എല്ലാവരും ക്ലിക്കാം മലയാള സിനിമയിൽ. അതുകൊണ്ട് ഇനി ഒരു വരവായിരിക്കണം ഇത്. അപ്പൊ എന്തായാലും അത് പ്രൂവ് ചെയ്യാനുള്ള ഒരു ചാൻസ് നമുക്ക് ഇവിടെ കൊടുക്കാം. രണ്ടുപേരും പാട്ട് പാടും. 2 lines.
Hindi part. സാർ നീനയിൽ പാട്ടില്ലേ? എത്ര പാട്ടുണ്ട്? ഹിന്ദി പാട്ട് അവർക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു പാട്ട് പാടട്ടെ, അത് കഴിഞ്ഞിട്ട് ഒരു കോമഡി പാട്ടുണ്ടാവും. ഓക്കെ. यही डूबे दिन मेरे, यही होते हैं सवेरे, यही मरना और जीना, यही मंदिर और मदीना, तेरी गलियां गलियां तेरी गलियां मुझको भावे, गलियां तेरी गलियां, तेरी गलियां गलियां तेरी गलियां मुझको तड़पावे, गलियां तेरी गलियां. താങ്ക് യു ദീപ്തി, താങ്ക് ഇനി യു സോ നമ്മുടെ മച്ച്. നീനയിലെ ഒരു പാട്ട്. നീനയിലെ ഒരു മലയാളം പാട്ടേ ഉള്ളൂ, ബാക്കി രണ്ടും ഇംഗ്ലീഷ് സോങ്സ് ആണ്. ഒരു മലയാളം സോങ് ഉണ്ട്, അപ്പൊ അത് എനിക്ക് പോലും അതിന്റെ വരികൾ കൃത്യമായിട്ട് ഓർമ്മയില്ല. ആരായിരുന്നു വരി? അത് എഴുതിയത് വേണുഗോപാലാണ്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയ ആൾ തന്നെയാണ് ആ പാട്ടിന്റെ വരികൾ എഴുതിയത്. സാർ മ്യൂസിക് ഡയറക്ടർ? മ്യൂസിക് ഡയറക്ടർ ഒരു പുതിയ പയ്യനാണ്, ഒരു 10-25 വയസ്സ് പ്രായമുള്ള ഒരു പയ്യനാണ്. നിഖിൽ ജെ മേനോൻ എന്നാണ് പുള്ളിയുടെ പേര്. എനിക്ക് വയ്യ സാർ. തിരക്കഥാകൃത്തുക്കൾ, നായിക, നായകൻ, മ്യൂസിക് ഡയറക്ടർ, ലിറിക്സ് എല്ലാം സാറ് പുതിയ പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കും. നീനയിൽ ഒരുപാട് പുതിയ ആളുകളുണ്ട്, ഒരുപാട് പുതിയ ആളുകൾ. അതുകൊണ്ട് തന്നെ ഇതൊരു പുതുമയുള്ള ചിത്രമായിരിക്കും തീർച്ചയായിട്ടും, ആസ് ഓൾവേസ്. അപ്പൊ അതിലെ പാട്ട് 2 വരി, 2 അല്ല 4 വരി. നല്ല ധൈര്യം, നല്ല പാട്ടാണ്. പക്ഷെ ഇത് പാടുമ്പോൾ എങ്ങനെ ഇരിക്കും നമുക്കൊന്ന് കേൾക്കാം. റെഡി? പ്ലീസ് സോറി, എൻ്റെ മലയാളം ഇത്ര മോശമാണ് കുറച്ച്. ഓക്കെ, മോശമൊന്നുമില്ല, ഇത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പല നായികമാരും ഇവിടെ മലയാളം അറിയാമെങ്കിൽ ഇത്ര പോലും സംസാരിക്കാറില്ല. ഇത് മലയാളം ഒന്നും അറിയാതെ തന്നെ ഇത്രയൊക്കെ ഗംഭീരമായിട്ട് സംസാരിക്കുന്നു. നല്ലൊരു ക്ലാപ്പ് കൊടുക്കും. നന്ദി. പാട്ടിൻ്റെ പേര് തേന്നീല ആണ്. സോ ഐ സിംഗ് കുറച്ച് ലൈൻസ്. തേനില പൂവെന്നുള്ളം കവരും ഇലും കാറ്റേ, ഈ വരി പോകും കാറ്റേ വെറുതെ അലയാതെ, ആരും കാണാത്തടുവിൽ നാളെ അലിവോടെ നെഞ്ചും സംതിങ് സംതിങ് അലിവോടെ. എന്തായാലും പാട്ട് നമ്മൾ കേട്ടിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിന്റെ വിധി പറയാൻ അറിയില്ല. എന്തായാലും ഗംഭീരമായിട്ട് പാടിക്കഴിഞ്ഞു. എനിക്ക് വളരെ ഇഷ്ടമായി. നന്ദി. എനിക്ക് സന്തോഷമായി, നിങ്ങൾക്ക് ഇഷ്ടമായി. എന്റെ പേരറിയാമോ? അതെ, എന്റെ പേരെന്താ? പറയ് ചെറിയൊക്കെ പരിചയപ്പെട്ടല്ലേ, പേര് പറയ്. സുരാജ് സർ. സുരാജ് സാർ. ജീവിതത്തിൽ ആദ്യമായിട്ടോ ഒരു സാറ് സത്യം. സുരാജ് സാർ. ഓക്കെ. അപ്പോൾ മലയാളം ഏറെക്കുറെയൊക്കെ അറിയാലോ? അതെ. ശരി, ഞാനൊരു വാക്ക് പറഞ്ഞാൽ അത് തെറ്റാതെ പറയുമോ? 5 തവണ പറയോ? വേണോ ചേട്ടാ? 5 ടൈം. വേണോ? വേണം. എന്തായാലും എളുപ്പമുള്ളത് കൊടുക്കാം. ഒന്ന് പറഞ്ഞു തന്നെ. ഓക്കെ, ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു നോക്കട്ടെ. പേര് മണി, പണി മണല് പണി. പേര് മണി, പണി മണല് പണി. പേര് മണി, പണി പണല്. തെറ്റാണ്. ആ, റെഡി. പേര് മണി, പേര് മണി, പണി മണലു പണി. പേര് മണി, പണി പണലും പണി. പണലു അല്ല, മണലു പണി. മണലും പണി. മണലും പണിയല്ല, ഈസിയാണ്. ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം. ശ്രീധർമ്മ സാക്ഷാത് ക്ഷേത്രം. എത്ര കോൺഫിഡൻസോടെ പറഞ്ഞു സുരാജേട്ടാ, തെറ്റിയാൽ എന്താ? പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ. പഠിക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ. കരിങ്കലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ ഇതിന്റെ തലയിൽ അടിച്ചങ്ങ് തീർക്കായിരുന്നു. ഇനി വേറെ എളുപ്പമുള്ള ഒരെണ്ണം പറയുന്നത്, ഇതും കൂടെ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുക. എളുപ്പമുള്ളൊരു വരി ഇപ്പൊ നീന പറയുന്നതാണ്. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. സുരാജേട്ടാ, കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. മാക്സിമം. അതായത് ഇവിടെ പലരും വന്നിട്ട് ഇത്ര പോലും പറയാതെ തെറ്റിച്ചിട്ട് പോയി. ഇവിടെ മലയാളം അറിഞ്ഞിട്ടെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്തു. നല്ല കൈയടി കൊടുത്തേ നീനയ്ക്ക്.
ഇതുപോലെ ഗംഭീര പ്രകടനമാകട്ടെ അല്ലേ? ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ അല്ലേ അതെ അതെ സർ? ഇത് ഫീമെയിൽ ഓറിയന്റഡ് ആണോ? അത് ഫീമെയിൽ ഓറിയന്റഡ് ഫിലിമാണ്. നീന തന്നെയാണ് ഇതിന്റെ സെൻട്രൽ ക്യാരക്ടർ. നീന ഇതുവരെ മലയാളത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം സ്വഭാവങ്ങളുള്ള ഒരു പെൺകുട്ടിയാണ്. ഇതിൽ ആരൊക്കെയാണ്? ഇതില് നീനയായിട്ട് ദീപ്തി, നളിനിയായിട്ട് ആൻ അഗസ്റ്റിൻ. ഹായ്, സാറിന്റെ നായിക തന്നെയാണ്. അതെ, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത കുട്ടിയാണ്. രണ്ടാമത് ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഈ വിവാഹത്തിന് ശേഷം ആദ്യമായിട്ട് അഭിനയിക്കുന്നതാണ്. പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് തന്നെയാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ ജോമോൻ ടി ജോൺ. അപ്പൊ ഉഗ്രം കളർഫുൾ ആയിരിക്കും. ലാൽ ജോസ് സാറും ജോമോനും കൂടെ ചേരുമ്പോൾ അതെ, ഞാൻ ഗംഭീരമായി മാറും. സാർ എന്തുകൊണ്ട് അതിൽ മറ്റ് ആർട്ടിസ്റ്റുകളെയൊക്കെ പേരൊന്ന് പറയും? എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല? സാധാരണ ഫീമെയിൽ ഓറിയന്റഡ് എന്ന് പറഞ്ഞോട്ട് പിന്നെ ഞാൻ സാറിന് മെനക്കെടുത്താനും വന്നില്ല. അപ്പോൾ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളായിരിക്കുമെന്ന്. പക്ഷേ പെട്ടെന്നൊരു പേര് പറഞ്ഞു. വേറെ ഒരു മെയിലുണ്ടല്ലോ, വിജയ് ബാബു. വിജയ് ബാബു ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് സാറേ എന്നെ വിളിക്കാത്ത? വേറെ ആരൊക്കെ ഉണ്ട്? വിജയ് ബാബു, സാദിഖുണ്ട് ഒരു 1-2 സീനുകളിൽ. ഒരു സീൻ മതിയായിരുന്നല്ലോ സാർ, എന്നെ വിളിച്ചുകൂടായിരുന്നു. ആക്ച്വലി ഒരു ക്യാരക്ടറിന് സുരാജിനെ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ ഷൂട്ടിംഗ് കൂർഗിലാണ്. ആ ഒരു സീൻ ചെയ്താലും അവിടെ ആ പ്രത്യേകത കൊണ്ട്, ആ ക്യാരക്ടറിന്റെ പ്രത്യേകത കൊണ്ട് 12 ദിവസം സെറ്റിൽ ഉണ്ടാവണമായിരുന്നു. അപ്പൊ ഇത്രയും തിരക്കുള്ള സുരാജിനെ സുരാജേട്ടൻ ഭയങ്കര തിരക്കാ. ഇത് പറഞ്ഞു എന്റെ പണിയെല്ലാം കൂടെ തെറിപ്പിക്കില്ലായിരുന്നു. എനിക്ക് ഞാൻ ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് എറണാകുളത്ത് വന്ന് ചെയ്യുന്ന ആദ്യകാലത്തെ ഒരു കിടിലൻ സിനിമയുണ്ടായിരുന്നു. അത് ലാൽ ജോസ് സാറിൻ്റെ കൂടെയാണ്. രസികൻ എന്നാണ് സിനിമയുടെ പേര്. അതിലായിരുന്നു വളരെ, അതായത് കുഞ്ഞു കുഞ്ഞു വേഷമായിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതിലാണ് കുറച്ചെങ്കിലും ത്രൂ ഔട്ടായിട്ടൊരു വേഷം കിട്ടിയത്. അതിനുശേഷം സാറിൻ്റെ നിരവധി പടങ്ങളിൽ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാമച്ചൻ എന്ന് പറയുന്ന ക്യാരക്ടർ, ശരിക്കും സാർ താങ്ക് യു. അത് നേരിട്ട് കണ്ട് വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ്. ഒരുപാട് സന്തോഷം. കാരണം മാമച്ചൻ എന്ന് പറയുന്ന ക്യാരക്ടർ, ശരിക്കും ഒരു ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയത് ലാൽ ജോസ് സാറിൻ്റെ പടത്തിൽ തന്നെ. ഒരുപാട് സന്തോഷം. പിന്നെ ലാൽ ജോസ് സാറിൻ്റെ കൂടെ ഞാൻ അഭിനയിച്ച ഒരു വലിയൊരു കഥയുണ്ട്. അത് ഇടയ്ക്കൊക്കെ ലൊക്കേഷനിൽ എല്ലാവർക്കും അറിയാം, പക്ഷേ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാറിൻ്റെ ശബ്ദവും കൂടി അതിന് വേണം എനിക്ക്. അതായത് നമ്മുടെ ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന പടം കോട്ടയത്ത് ഷൂട്ടിംഗ് നടക്കുന്നു. വെളുക്കെയാണ് ഷൂട്ടിംഗ് തീരുന്നത്. കാരണം അത്രയും ഉണ്ട് അത് എടുക്കാൻ. അപ്പോൾ ക്ലാസ്മേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള കൂട്ടുകാരും താഴെ ആ ലോഡ്ജിലുണ്ട്. അതൊരു എവിടെയായിരുന്നു? നാട്ടകം ഹോസ്റ്റൽ നാട്ടകത്തായിരുന്നു. ഒരു പോളിടെക്നിക് ആയിരുന്നു നമ്മൾ ഹോസ്റ്റലാക്കി ചെയ്തത്. അതെ, പോളിടെക്നിക്കകത്ത്. അപ്പോൾ താഴെ ഇങ്ങനെ എല്ലാവരും ഇരിക്കുന്നു. വെളുപ്പാങ്കാലം ഒരു 5 മണിയായി. സാർ ആകെ ക്ഷീണിക്കുന്നു എല്ലാവരും. സാറ് എന്നിട്ട് ഷോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ക്യാമറാമാനോടും രാജുവിനോടും പൃഥ്വിരാജിനോടും. അപ്പോൾ രാജുവിനോട് പറയും ഇടയ്ക്കിടയ്ക്ക് ഈ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ, സാർ എനിക്ക് സ്റ്റണ്ടില്ലേ എന്ന് ചോദിച്ചിട്ട് വന്ന് പറയണം. സ്റ്റണ്ട് രംഗമാണ്. അപ്പോൾ സാർ ക്യാമറാമാനോട് രാജുവിനോട് പറയണം, അത് രാജു ആദ്യമായിട്ട് ഇവിടുന്ന് ഇങ്ങനെ നേരെ. എനിക്ക് സ്റ്റണ്ടില്ലേ? അയ്യോ, നിങ്ങൾ സ്റ്റണ്ട് ചെയ്യുന്നില്ല. ഇത് ശരിക്കും രാജു ആണ് ഇതില് സ്റ്റണ്ട് ചെയ്യുന്നത്. രാജു ഇങ്ങനെ അടിച്ച് നേരെ വരുമ്പോ നിങ്ങൾ നിൽക്കുന്ന അവരവരുടെ ഡോറ് തുറന്ന് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. അല്ല തല്ലിനൊന്നും പോകണ്ട. അവിടെ നിന്ന് നിങ്ങൾ മാറിയിട്ട്. അപ്പൊ രാജു അപ്പോ ക്യാമറ ആയിട്ട് നേരെ ക്യാമറ ഇങ്ങനെ പിടിച്ച് നിങ്ങൾ സ്റ്റണ്ടിലില്ല, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഇതൊന്നും എടുത്തോട്ടെ. മനുഷ്യനായിട്ട് ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. അതെ, അനുപം മാറിക്ക്. അപ്പൊ അവിടുന്ന് പിന്നെ ശശിയേട്ടൻ ശ്രദ്ധിച്ചോ, പിന്നെ രാജു ഇങ്ങനെ അടിച്ച് നേരെ. എന്റെ രാജു വരുമ്പോ നീ വേറെ ഒന്ന് നോക്കട്ടെ. ആദ്യം യോമാർക്ക് തടി, യോമാരെയൊക്കെ ഒന്ന് കൊന്നു കിട്ടുക, ഒന്ന് ചാവട്ടെ, അതിനുശേഷമൊക്കെ ഇത് എടുക്കാൻ പറ്റും. ഇത് മണി എത്ര 5 മണിയായി. ഒന്ന് മാറിപ്പോ. അങ്ങനെ ദേഷ്യം വന്ന പല മുഹൂർത്തങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ലാസ്മേറ്റ്സിൽ അമ്പിളിച്ചേട്ടൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇത് കോരി ഒഴിക്കുന്ന സീൻ, സത്യം സാറേ എന്നോട് മാപ്പാക്കണം. പിന്നീട് എനിക്ക് മനസ്സിലായി കാര്യം അവസ്ഥകൾ നമ്മൾ അതിൽ ശരിക്കും ഇൻവോൾവ് ആയപ്പോഴേ അന്ന് രാത്രി ഇങ്ങനെ മറ്റേ ഇത് കോരി ഒഴിച്ച് ആകെ ഒരു ഡ്രസ്സ് കൊണ്ട് ഇങ്ങനെ മാറി മാറി കോരി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് സാമ്പാർ വീഴുന്നത്. അങ്ങനെ സാറിൻ്റെ നിന്ന് കുറച്ച് തെറിയാക്കാനുള്ള അവസരവും കൂടെ എനിക്ക് കിട്ടി. ഒരുപാട് സന്തോഷം സാർ, താങ്ക് യു. ഇനി കുറച്ച് നേരം നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാം സാർ. താങ്ക് യു നീന. അതെ അവിടെ നമ്മുടെ ലാൽ ജോസ് സാർ ഇരിപ്പുണ്ട്.
സത്യം പറഞ്ഞ അദ്ദേഹം എന്റെ ഗുരുവാണ്. ഗുരു ആ ആശാരെന്നെ സിനിമ പഠിക്കാൻ പോയെ? കേട്ട സിനിമ പിടിക്കാൻ പോയതല്ല, മീശമാധവൻ സിനിമ കണ്ട ഞാൻ ആ പ്ലാനിൽ എത്ര മാത്രം വീട് കയറി മോഷ്ടിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഒരു കള്ളന്റെ മാനസിക വികാരം അവൻ എങ്ങനെ കള്ളനായി എന്നൊക്കെ വരച്ച് കാണിച്ച് തന്നുള്ള ആളാണത്. പക്ഷെ നമുക്കിപ്പോ ലാൽ ജോസ് സാറിനെ കാണേണ്ട ആവശ്യമില്ല. നമ്മുടെ ലക്ഷ്യം വേറെ അല്ലേ? അതെ, പിന്നെ വേറെ സംഭവമുണ്ട്. ഈ അദ്ദേഹത്തിന്റെ പടം ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്കുണ്ടായിട്ടുള്ളത്. എനിക്ക് മനസ്സിലായില്ല. അതാണ് എടാ, നിനക്ക് അതിനെ മനസ്സിലാവാത്തത്. എടാ, ലാൽ ജോസ് സാറിന്റെ ഒരു സിനിമ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പടം ഇറങ്ങാൻ വേണ്ടി പരസ്യം പോലെ ആൾക്കാർ കാത്തു നിൽക്കല്ലേ, കുടുംബസമേതം തിയേറ്ററിലേക്ക് പോകല്ലേ. പരാധീനതകളെല്ലാം ഈ സിനിമ കാണാനായിട്ട് തിയേറ്ററിലേക്ക് പോകും. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് മോഷ്ടിക്കാൻ പാടില്ലേ? ഞാനൊരു 200 വീടെങ്കിലും ഈ സമാധാനം കണ്ട സമയത്ത് ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട്. ഇതല്ലടെ വേറെ സംഭവമുണ്ട്. ഇതിന്റെ CD റിലീസായാൽ പോലും നമുക്ക് കേൾക്കാം. ഈ CD കണ്ടോണ്ടിരിക്കുമ്പോ വീട്ടിലേക്ക് അങ്ങ് കയറി ചെന്നിട്ട് ഞാൻ ഒരുപാട് സാധനങ്ങളൊക്കെ മോഷ്ടിച്ച് ബുദ്ധിമുട്ടിയിട്ട് ഞാൻ വീട്ടുകാരോട് ചോദിച്ചു, ചേച്ചി ഒരു ഇച്ചിരി വെള്ളം തരാമോ എന്ന് ചോദിച്ചു. പറയാ ശല്യം ചെയ്യല്ലേ, ഞാൻ മീശമാധവൻ കണ്ടോണ്ടിരിക്കുവാന്ന്. തൽക്കാലം നമുക്ക് ഈ വഴിക്കാണ്ട് പോവാം. സാറ് കാണണ്ട. സാറിപ്പോ കാണണ്ടല്ലേ? അപ്പൊ നമുക്ക് ഹലോ ഹലോ. പെട്ടു പെട്ടു പെട്ടു. അതെ, നമസ്തേ. നമസ്കാരം. നിങ്ങൾ നേരത്തെ എന്നോട് ആവശ്യപ്പെട്ട ഒരു വ്യക്തി ഇവിടെ വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതേ ഇരിക്കുന്നു ലാൽ ജോസ് സാർ. നമസ്കാരം. നമസ്കാരം സാർ. ഞങ്ങൾ ലാൽ ജോസ് സാറിനെ അല്ല, പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ സാറിനല്ല കാണേണ്ടത്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തിന് എവിടെയോ പെട്ടുണ്ട്, അവൻ ഒന്ന് കണ്ടുപിടിക്കാൻ. കൂട്ടത്തിൽ ആരാ? നിങ്ങൾ മാത്രമല്ലേ നേരത്തെ ഉള്ളത്? അതെ അതെ, ഞങ്ങൾ മാത്രമാണ് നിലവിലുള്ളൂ. ഞങ്ങൾ സാറിനെ കാണാൻ വേണ്ടി വന്നതാണ് സാർ. ഞാൻ വലിയ ഉപകാരം. നമസ്കാരം. സാറിന്റെ എല്ലാ പടങ്ങളും ഞങ്ങൾ വളരെ മനോഹരമായിട്ട് ആസ്വദിച്ച് കണ്ട ഒരു സംഭവമാണ്. അതെ അതെ അതെ. പിന്നെയല്ല, ഈ കള്ളന്മാരെ സാർ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. അത് ഏതിലാ? മീശമാധവൻ അങ്ങനെ പ്രൊമോഷനല്ലോ, ഒരു കള്ളന്റെ മാനസിക വികാസങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഞങ്ങള് കള്ളന്മാരായതുകൊണ്ട് പറയല്ല, അല്ലല്ല, ഞങ്ങള് കള്ളന്മാര് അല്ല. എങ്കിലും ഒരു മനുഷ്യനെ എങ്ങനെ കള്ളനായി, അവൻ ആ ചേക്ക് വിട്ടു പോയ ആ ചേക്കിൽ കിടന്ന് മാത്രമേ അവന്റെ സംഭവങ്ങൾ കിടന്ന് കറങ്ങുന്നുള്ളൂ. അവൻ എങ്ങനെ കള്ളനായി, അവൻ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ് കള്ളനായി. ആ അവസ്ഥയാണ് സാറ് വരച്ച് കാണിച്ചത്. പടം തീരുമ്പോൾ നമ്മളെ കള്ളനെ ഇഷ്ടപ്പെടും. മാത്രമല്ല വിക്രമാദിത്യൻ എന്ന സിനിമയിലും ഒരു കള്ളന്റെ കുടുംബത്തിന്റെ കഥയാണ് സാർ പറയുന്നത്. സാറ് പറയുന്നത് നിങ്ങൾ ഈ കള്ളന്മാരെ മാത്രം ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്തിനാണ്? കള്ളന്മാരെ പ്രൊമോട്ട് ചെയ്യണതല്ല, അറബിക്കഥയിൽ ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അറബിക്കഥയിൽ കള്ളന്റെ അല്ലല്ലോ. പിന്നെ അത് വലിയ കൊടും കള്ളന്മാരെ എങ്ങനെ വെളിച്ചത്തേക്ക് കൊണ്ടുവരാന്നുള്ളൊരു കഥ കൂടി സാറ് പറഞ്ഞായിരുന്നു. അതെന്തായിരുന്നു? രാഷ്ട്രീയക്കാരും വളരെ വളരെ കഷ്ടപ്പെട്ട് മോഷ്ടിച്ച് ഒരു പാവത്തിനെ ജയിലിലാക്കിയാൽ പുള്ളി മരിച്ചുപോയില്ലേ? ആ കഥയും സാറ് നല്ല രീതിയിൽ വരച്ചായിരുന്നു. ഇപ്പൊ കള്ളന്മാർക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? കള്ളന്മാരുടെ അവസ്ഥ, വലിയ വലിയ കള്ളന്മാരൊക്കെ അടിപൊളിയായിട്ട് മോഷ്ടിക്കുന്നുണ്ട്, അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വരെ കിട്ടുന്നില്ല. ഈ താഴേക്കിടയിലുള്ള കള്ളന്മാർക്ക് പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടുന്നില്ല. അതാണ് ഇപ്പൊ നമ്മുടെ ഇടയിലുള്ള പ്രശ്നം. അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ചില കള്ളന്മാരുടെ പോലീസുകാർ വല്ല മൃഗീയമായിട്ട് പറയും, എല്ലാ ദിവസവും വന്ന് ഇവിടെ നിന്ന് ഒപ്പിട്ടിട്ട് പോകണമെന്ന്. അപ്പൊ വണ്ടിക്കൂലി മുടക്കി വരണ്ടേ? ഈ പോലീസ് സ്റ്റേഷന്റെ ബാക്കിൽ തന്നെ ഒരു ക്യാരവാൻ അല്ലാതെ ഒരു AC റൂമൊക്കെ ഇട്ടു കൊടുക്കുവാണെങ്കിൽ കള്ളൻ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഒപ്പിട്ടേക്കൊക്കെ പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ അത് പറയാൻ കാരണം? അത് പറയാൻ കാരണം നമ്മൾ ബദ്ധ ശത്രുക്കളായ പൂച്ചയും എലിയും ഒരു വീട്ടിലല്ലേ താമസിക്കണേ, കടുവയും മാൻപേടയും ഒരു കാട്ടിലല്ലേ താമസിക്കണേ, ഡോക്ടറും രോഗിയും ഒരു ഹോസ്പിറ്റലിലല്ലേ താമസിക്കണേ. പിന്നെ ബദ്ധശത്രുക്കളായി കള്ളനും പോലീസിനും എന്തിനും ഇങ്ങനെ വേർതിരിവ് കാണിക്കണം? മാത്രമല്ല, നീ പുരാണം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിലൊന്ന് സൂപ്പർ കള്ളന്മാരെ നമ്മൾ ആരാധിക്കുന്നവരില്ലേ? പിന്നല്ലേ? അതെ, ശ്രീകൃഷ്ണൻ തന്നെ വെളിച്ചെണ്ണ മോഷ്ടിച്ചില്ലേ? വെണ്ണ മോഷ്ടിച്ചില്ലേ? എന്നിട്ട് കള്ളകൃഷ്ണ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടില്ലേ? അതെ. അതായത് പാലാഴി കടഞ്ഞെടുക്കണ സമയത്ത് മായാമോഹിനി വന്ന് വെണ്ണ കട്ടോണ്ടല്ലേ പോയേ? നോക്കേ, ആദാമിന്റെ വാരിയിലെടുത്തല്ലേ ഔവയ്ക്ക് കൊടുത്തത്, അത് കള്ളത്തരമല്ലേ? അത് കള്ളത്തരല്ല, അത് തെണ്ടിത്തരാത്. ഒരു മനുഷ്യന്റെ ഭാര്യയിൽ അവൻ പോലും അറിയാതെ അടിച്ചു മാറ്റിക്കൊണ്ടത് മോശമല്ലത്. അപ്പൊ ഇതാണ് പറയുന്നത്, ഇത്രമാത്രം കാര്യങ്ങളൊക്കെ നടത്തുന്ന ഈ പാവപ്പെട്ട കള്ളന്മാർക്ക് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുക്കണം. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, സാർ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടാണ് ഇത്രയും വലിയൊരു പൊസിഷനിൽ എത്തിയത്. അതെ അതെ, തീർച്ചയായും അല്ലേ? അപ്പൊ നമ്മളെ കലാകാരന്മാരെ ഏത് സമയത്തും നേരിടുന്ന ഒരു സംഭവമാണ് വെല്ലുവിളി. അതെ. സാറിന് വെല്ലുവിളി നേരിടാൻ താല്പര്യമുണ്ടോ? എനിക്ക് പറ്റുന്ന വെല്ലുവിളിയാണെങ്കിൽ എങ്കിൽ സാറിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. എന്ത്? എന്താണ്? സാറ് എന്നെ വെച്ചൊരു പടം പിടിച്ച് ഹിറ്റാക്കാൻ പറ്റൂ? ഇതിനെക്കാളും സാർ ഈ പണി ഉപേക്ഷിക്കണമെന്നങ്ങ് പറഞ്ഞാൽ പോരെ? ഇല്ല, താങ്കൾക്ക് സാർ ഒരു വേഷം കൊടുക്കണം കേട്ടോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അടുത്ത പടത്തില് എനിക്ക് തരായിരുന്ന വേഷം അതിനിപ്പോ നിങ്ങൾ എടുത്തോണ്ട് പോകും. ഇനി മോട്ടിക്കേണ്ട കാര്യമേ ഇല്ല നമ്മുടെ ജീവിതാവസാനം വരെ. ഇവിടെ ഉള്ള മൊത്തം വൈരങ്ങളും രക്തങ്ങളും ഡയമണ്ടും ഒക്കെ ഞാൻ ഇവിടെ കൈക്കലാക്കിയിട്ടുണ്ട്. ഞാൻ ആരാണ് അത്? അല്ല, അത് ഞങ്ങളുടെ വീട്ടിലല്ല. പിന്നെ അല്ല, ഞങ്ങൾ വെറുതെ ഇറങ്ങി വേണം. എന്നെ താഴെ കാണാം, എന്നെ കൊണ്ടുപോണേ. അയ്യോ, അത് ശരി. അപ്പൊ ശരിക്കും കള്ളന്മാരായിരുന്നല്ലേ? ചുമ്മാതല്ല കള്ളന്മാരെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്നത്.
ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് നമുക്ക് തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. പുരുഷന്റെ ഷൂവില് ചെന്ന് മുകളിലേക്ക് നോക്കുകയും ചെയ്യുന്ന സംഭവം. പുരുഷു എന്നെ അനുഗ്രഹിക്കണം. നിങ്ങളൊരു സിനിമാ നടനല്ലേ? അതെ. നിങ്ങൾക്ക് CC കൊടുത്തിട്ടല്ലാതെ റെഡി കാശിന് ഒരു ക്യാമറ എടുക്കാനുള്ള കാശ് ഇതുവരെ ഉണ്ടായില്ല. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. ഇപ്പോൾ കള്ളന്മാരുടെ സ്കിറ്റ് സാർ കണ്ടല്ലോ. ശരിക്കും മീശമാധവൻ എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം ദുബായിൽ നിന്ന് വരുന്നവരുടെയും അല്ലെ വിദേശ രാജ്യത്ത് നിന്ന് വരുന്നവരുടെയും അതുപോലെ തന്നെ പട്ടാളക്കാരൊക്കെ ലീവിന് ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് പുരുഷു ഇപ്പോൾ യുദ്ധമൊന്നും ഇല്ലേ എന്ന് ചോദിക്കും. സാർ ആ മീശമാധവനിലെ ഏറ്റവും കൂടുതൽ ചിരിച്ച് കൈയടിച്ച ഒരു സീനാണ് അമ്പിളിച്ചേട്ടൻ ഇങ്ങനെ എഴഞ്ഞഴഞ്ഞ് വന്നിട്ട് പുരുഷു എന്നെ അനുഗ്രഹിക്കണം എന്ന് ചോദിക്കുന്ന ആ സീൻ. അതെങ്ങനെയാണ് ശരിക്കും സ്ക്രിപ്റ്റിലുണ്ടായിരുന്ന പെട്ടെന്ന് എന്തെങ്കിലും രാത്രി പുരുഷന്റെ വീട്ടിലേക്ക് രഹസ്യമായിട്ട് പുരുഷു തിരിച്ചു പോയെന്ന് കരുതിയിട്ട് അദ്ദേഹം വരികയാണ്, അമ്പിളിച്ചേട്ടൻ വരികയാണ്. അപ്പോൾ നടന്ന് കയറുന്നതായിട്ടായിരുന്നു. അപ്പോൾ നടന്നു വരുന്നതായിട്ടായിരുന്നു, വരാന്തയിലേക്ക് ചാടി കയറി നടന്നു വരുന്നതായിട്ടായിരുന്നു. അപ്പൊ അമ്പിളിച്ചേട്ടനാണ് പറഞ്ഞത്, ഞാൻ ഈ തിണ്ണയിലേക്ക് കയറുമ്പോൾ ഒരു പട്ടിയുടെ കൊര ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ എഴഞ്ഞു പോവാം. അപ്പൊ അത് കൊള്ളാമെന്ന് തോന്നി, ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഷോട്ടിൽ അദ്ദേഹം 4 കാലിൽ എഴയാൻ തുടങ്ങി. അങ്ങനെ എഴഞ്ഞത് കൊണ്ടാണ് ഈ എഴഞ്ഞു ചെല്ലുമ്പോൾ പുരുഷന്റെ ഷൂവില് ചെന്ന് മുകളിലേക്ക് നോക്കുകയും ചെയ്യുന്ന സംഭവം. പുരുഷു എന്നെ അനുഗ്രഹിക്കണം. അവിടെ വേറൊന്നും അതിന് പകരം പറയാനില്ലാതെ. പക്ഷെ ആ ഡയലോഗിന് മേളിൽ ഒരു ഡയലോഗും നിൽക്കത്തുമില്ല. ഇത്രയും ഞാൻ ചിരിച്ചടപ്പളവിയ ഒരു സീൻ എന്ന് പറഞ്ഞാൽ അത് സാറിൻ്റെ സിനിമയിൽ തന്നെ പുരുഷു എന്നെ അനുഗ്രഹിക്കണം. എന്തായാലും ഒരുപാട് സന്തോഷം സാർ നമ്മുടെ ഈ കോമഡി സൂപ്പർ നൈറ്റിലെത്തിയതിൽ. ഇനി നമ്മുടെ നീനയുടെ ട്രെയിലർ ഒരു വലിയ സംഭവമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. നമ്മൾ നീനയെ കണ്ടു കഴിഞ്ഞു. ഏറെ കാത്തിരുന്ന ലാൽ ജോസ് ചിത്രത്തിലെ പുതുമുഖ നായികയെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു വലിയ സംഭവം കൂടെ, ഒരു വലിയൊരു സർപ്രൈസ് കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ചിത്രത്തിന്റെ 2 or 3 പോസ്റ്ററുകൾ മാത്രമാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇപ്പൊ നായികയെ നേരിട്ട് കണ്ടു. ഇനി ഫ്ലവേഴ്സ് ടിവിയുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ ആ ഒരു ട്രെയിലർ കൂടി ഇതാ ഇവിടെ ഇപ്പോ റിലീസ് ചെയ്യാണ്. സർ, ഞാൻ കേറാത്തതായി ഒരു സ്ഥലവും ഇല്ല. പട്ടാ പകല് ബാറിൽ കേറിയിട്ടുണ്ട്. പഠിക്കുന്ന കാലത്ത് ആണുങ്ങളുടെ ഹോസ്റ്റലിൽ കയറി ചീട്ട് കളിച്ചിട്ടുണ്ട്. പോലീസുകാരെ ചൊറിയാനായി കള്ള പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട്. പന്തയം വെച്ച് തെങ്ങിൽ വരെ കയറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്നേ വരെ കേറാത്തതായി ഒരു സ്ഥലമുണ്ട്, അടുക്കള. ഇവിടെ എല്ലാവരും അടുക്കളയിൽ കയറിയിട്ടുണ്ടോ? ഉറപ്പാണ് എല്ലാവരും അടുക്കളയിൽ കയറും. നീന മാത്രം അടുക്കളയിൽ കയറിയിട്ടില്ല. എന്താണ് ഈ ഡയലോഗിൻ്റെ എല്ലാം പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ വരുന്ന മെയ് 14-ാം തീയതി നീന എന്ന ചിത്രം, നായികയും ലാൽ ജോസ് സാർ അണിയിച്ചൊരുക്കിയ നീന എന്ന ചിത്രം തിയേറ്ററിൽ വരും. എല്ലാവരും പോയി കാണണം. ഓക്കെ, ഇവിടെ ഏത് ഗസ്റ്റ് വന്നാലും ഒരു ചടങ്ങുണ്ട് സർ. കോമഡി സൂപ്പർ നൈറ്റിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കണം. നീനയും പച്ച മലയാളത്തിൽ സംസാരിക്കണം. ആദ്യം സാറ്. കോമഡി സൂപ്പർ നൈറ്റ് ഞാനിവിടെ വന്നുകൊണ്ട് പറയല്ല, ഫ്ലവേഴ്സ് ചാനലിൽ ഞാൻ ആദ്യമായിട്ട് കണ്ടു തുടങ്ങിയത് ഈ പ്രോഗ്രാമാണ്. ഓ, താങ്ക് യു സർ, താങ്ക് യു. സുരാജിൻ്റെ മുഖം കണ്ടപ്പോഴാണ് ആദ്യം ശ്രദ്ധിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സെറ്റ്, ഇതിലെ ലൈറ്റിംഗ്, ഇതിൽ പങ്കെടുക്കുന്ന മറ്റു കലാകാരന്മാരുടെ പ്രകടനം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, രസകരമാണ്. താങ്ക് യു, താങ്ക് യു സർ. നീന, ഇംഗ്ലീഷിൽ മലയാളത്തിൽ പറഞ്ഞു നോക്കൂ. എനിക്ക് വളരെ സന്തോഷമായി ഇവിടെ ഈ ഷോയിൽ എനിക്ക് ഇൻവൈറ്റ് ചെയ്ത് വരാൻ കഴിഞ്ഞത്. Suraj sir, my mom has watched all your movies. You're a great comedian, great actor. I'm so glad. Thank you. I'm so glad. And ആദ്യമായിട്ട് first time television was with you. And അത് നമ്മുടെ മാത്രമല്ല, ഫ്ലവേഴ്സ് ടിവിയുടെയും ചരിത്ര മുഹൂർത്തമാണ്. ആദ്യമായിട്ടാണ് നീന ഒരു ചാനലിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതിന് എന്നും നമുക്ക് അഭിമാനിക്കാം. അതെ, താങ്ക് യു സോ മച്ച് ഫ്ലവേഴ്സ് ടി വി. താങ്ക് യു സോ മച്ച് കോമഡി സൂപ്പർ നൈറ്റ്സ്. Beautiful show, funny show. Keep up the good work. And I'm really glad that I've come here. All the best and keep rocking it. Thank you, Nina. Thank you so much. എനിക്ക് തോന്നുന്നു ഇപ്പം വിളിച്ച് ദീപ്തി എന്നുള്ള പേര് നമ്മൾ രജിസ്റ്റർ ആയിട്ടില്ല ഇതുവരെ. നീന എന്ന് തന്നെ ഇത് വീഴാനാണ് സാധ്യത അല്ലേ?
മിക്കവാറും നീന കഥാപാത്രങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നതാണ് എപ്പോഴും ഒരു ഭാഗ്യം. ഭാഗ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി ദീപ്തിക്ക് പകരം നീന എന്ന് തന്നെ അറിയപ്പെടട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സാർ, ചിത്രം ഗംഭീരമായി മാറട്ടെ. കണ്ടതിന് ശേഷം സാറിനെ വിളിക്കാം. താങ്ക് യു സാർ. അയ്യോ, ഞാൻ എന്റെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ഇതിനകത്ത് ഓടിച്ചെടുത്ത നിധിയായിരുന്നു. ഹലോ ചുമ്മാരി. ഹലോ ഹലോ ഈ പെട്ടിക്കകത്ത് മൊത്തം പൊടി തൂത്ത് കളഞ്ഞ അല്ല, അതൊന്നുമല്ല, പൊടിയൊന്നുമല്ല. ഞാൻ പറഞ്ഞുതരാം. അതെ, എന്റെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ഇതിനകത്ത് മോട്ടിച്ചെടുത്ത നിധിയായിരുന്നു. അതിന് ഞാൻ ഒറ്റയ്ക്കായി പോയി എമ്മാരെല്ലാം എന്നെ കൈയോടി. ഞാൻ നിലയ്ക്ക് എമ്മാർക്ക് ഇത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ആ, അങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ട് പോകാനും വരട്ടെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ കള്ളന്മാരാണ്, ഇതിനകത്ത് കക്കാൻ കയറിയതാണെന്നെല്ലാം നമുക്ക് പിടികിട്ടി. കാരണം ഇതിനകത്ത് നമ്മൾ 7 CC ക്യാമറകൾ ഫിറ്റ് ചെയ്തിരുന്നു. കഷ്ടം. എന്തേ? നിങ്ങളൊരു സിനിമാ നടനല്ലേ? അതെ. നിങ്ങൾക്ക് CC കൊടുത്തിട്ടല്ലാതെ റെഡി കാശിന് ഒരു ക്യാമറ എടുക്കാനുള്ള കാശ് ഇതുവരെ ഉണ്ടായില്ല. ഇത് ആ CC അല്ല. അറിയ പോടാ. അയ്യോ നിധി, നിധി. അയ്യോ എന്റെ നിധി, എന്റെ നിധി കൊണ്ടുപോകുന്നു. അയ്യോ, അതെ, ഇത് നിധിയൊന്നും അല്ല. എന്നോടൊപ്പം ആങ്കർ ചെയ്യുന്ന ഒരു കുട്ടിയുണ്ടല്ലോ, അശ്വതി, അവളുടെ മേക്കപ്പ് ബോക്സാ. ഇത് കിട്ടാത്തോണ്ട് കഴിഞ്ഞ 2 എപ്പിസോഡ് അവള് ഇതിനകത്ത് പോലും കയറിയിട്ടില്ല, മേക്കപ്പ് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഇത് മേക്കപ്പ് ബോക്സ് ആണെങ്കിൽ കൂടി നിങ്ങൾ മോഷ്ടിച്ചത് അതൊരു വലിയ മോഷണം തന്നെയാണ്. എന്തായാലും നിങ്ങൾ അകത്താണ്. നിധിയാണെന്ന് കരുതിയാണ് ഞങ്ങള് എടുത്തത്. ഇനി വരുന്നതെല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കുക. ലൂനാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് നമുക്ക് തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.